സോ ഞാൻ ഇപ്പോൾ ഉള്ള ഫോക്സ് വാഗൺ കൊല്ലം ഡീലർഷിപ്പിലാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് നിന്ന് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഫോക്സ് വാഗൺ വേർട്ടസിന്റെ GT ലൈൻ സ്പെക് ഒന്ന് ഡീകോഡ് ചെയ്യാൻ വന്നതാണ്. ഓണം പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ കളർ സ്കീമും കൂടെ ഓഫർ ചെയ്തിട്ടുണ്ട്, ഫ്ലാഷ് റെഡ് എന്ന് പറയുന്ന. അതും കൂടെ ഇന്ന് അനലൈസ് ചെയ്യുന്നതായിരിക്കും. Before starting this video, if you are interested in any Volkswagen vehicles, contact details site തന്നെ mention. Please subscribe to my channel. Let's get started. ഫോക്സ് വാഗൺ വേർട്ടസിൻ്റെ GT ലൈൻ്റെ ഫ്ലാഷ് റെഡ് കളർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതാന്ന് പറഞ്ഞ പുതിയ കളർ സ്കീം എന്ന് പറയുന്നത്. നമുക്ക് ഇത്തിരി ലൈറ്റുള്ള ഏരിയയിലോട്ട് പോകാം. കാരണം ഇപ്പം ഷോറൂമിനകത്തായതുകൊണ്ട് ഇത്തിരി ലൈറ്റ് ഡിമ്മാണ്. സോ ഓറൽ എക്സ്റ്റീരിയർ സീംസ് റിയലി ഗുഡ്. കാണാൻ നല്ല അട്രാക്റ്റീവായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഫോക്സ് വാഗൺ ഈ വെർട്ടസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ 3 കൊല്ലമെങ്കിലും ആ ലുക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല. അതാണ് ഫോക്സ് വാഗൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് LED ഹെഡ് ലാംപ്സിൻ്റെ കാര്യം തന്നെ പറയാം. ലൈറ്റ്സ് വരുന്ന LED ഹെഡ് ലാംപ്സ് ആണ്, ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. LED പ്രൊജക്ടേഴ്സ് ആണ് വരുന്നത്. ഓൾ LED സെറ്റപ്പാണ് ലൈറ്റ്സിന് വരുന്നത്, ഹെഡ് ലാംപ്സിന് വരുന്നത്. നമുക്ക് DRL ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സും LED ആണ് ഓഫർ ചെയ്യുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ ടോപ്പ് ലൈൻ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ഇവിടെ വരുന്നത്. ബട്ട് ടോപ്പ് ലൈനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രോം ഫിനിഷ് വരേണ്ടടുത്താണ് പിയാനോ ബ്ലാക്ക് വന്നിരിക്കുന്നത്. ഫോക്സ് വാഗൺ ലോഗോ റിമൈൻസ് ദി സെയിം, നമുക്ക് ക്രോം ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. സോ ഓവറോൾ ബമ്പേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് ബിറ്റാണ്, ഫുൾ ഗ്ലോസി ബ്ലാക്ക് ബിറ്റാണ്. അതിൻ്റെ ലൈറ്റ്സാണ് ഓടായിട്ടിരിക്കുന്നത്. ലൈറ്റ്സ് ഇത്തിരി വലുതാണ്. ഞാൻ ഫസ്റ്റ് റിവ്യൂ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ്സ് ഇത്തിരി വലുതാണ്. നമുക്ക് ഹാലജൻ ലൈറ്റ്സാണ് ഫോഗ് ലാംപ്സ് വന്നിരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. ഹാലജനാണ് നല്ലത്. കാരണം ഫോഗ് ഏരിയയിൽ വിസിബിൾ ആയിട്ടിരിക്കുന്നത് ഹാലജൻസാണ്. ഇവിടെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഗ്ലോസി ബ്ലാക്ക് വരുന്നിടത്താണ് പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നിരിക്കുന്നത്. ബോണറ്റ് ഏരിയ അത്യാവശ്യമുണ്ട്, നല്ല ബോണറ്റ് ഏരിയ ആണ്. ഇത്തിരി ലോഡ് പൊസിഷനാണ്. കാരണം ഇതൊരു മോഡിഫൈ ചെയ്താൽ അല്ലെങ്കിൽ ടയേഴ്സ് ഒന്ന് അപ്സൈസ് ചെയ്താൽ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. ഇപ്പം തന്നെ നല്ല അട്രാക്റ്റീവാണ്, അത് വേറൊരു കാര്യം. സോ നമുക്ക് വൈപ്പേഴ്സിൻ്റെ കാര്യം പറയാം. വൈപ്പേഴ്സ് വരും നോർമൽ വൈപ്പേഴ്സാണ് വരുന്നത്. വാഷേഴ്സ് 2 തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിന്നുള്ള പോയിൻ്റ് ഓഫ് വ്യൂ തന്നെ നല്ല അട്രാക്റ്റീവ്, നല്ല ഷാർപ്പായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് വീൽസിൻ്റെ കാര്യം പറയാം. 16 ഇഞ്ച് വീൽസാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ടയേഴ്സിൻ്റെ കാര്യം പറയാൻ 16 ഇഞ്ച് വീൽസാണ് വരുന്നത്. ബ്ലാക്ക് ഡോട്ട് വീൽസാണ്. സെയിം നമ്മൾ 1.5 GT സ്പെക്കിനകത്ത് കണ്ട സെയിം വീൽസാണ്. ബട്ട് കാലിപ്പേഴ്സ് നമുക്ക് സിൽവർ ഫിനിഷിലാണ് വരുന്നത്. 105/55 R16 ആണ് ടയർ സൈസ് എന്ന് വന്നിരിക്കുന്നത്. നല്ല അട്രാക്റ്റീവാണ്. എബോവ് 200 സ്പീഡ് വരെ നമുക്ക് കപ്പാസിറ്റി മീൻസ് അത്രയ്ക്കും സ്പീഡ് ഓടാൻ പറ്റുന്ന ടയേഴ്സാണ്. കാരണം അതിനു വേണ്ടിയാണ് ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറയാം. 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ബെസ്റ്റ് ഇൻ ക്ലാസ് എന്നാണ് പറയുന്നത്. കാരണം ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ്. കാരണം വേറെ വെഹിക്കിൾസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോസ്റ്റ് ഹയസ്റ്റ് വെഹിക്കിൾസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ നമുക്ക് ഇവിടെ GT ലൈൻ്റെ ബാഡ്ജ് വന്നിട്ടുണ്ട്. ബിക്കോസ് ദിസ് ഇസ് എ മോസ്റ്റ് ഡിമാൻഡിങ് വേരിയൻറ്റ്. 1 ലിറ്റർ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള വേരിയൻ്റാണ് GT ലൈൻ. GT ലൈൻ്റെ ബാഡ്ജ് വന്നിട്ടുണ്ട്. നമുക്ക് ഓറിയംസിൻ്റെ കാര്യം പറയാം. ഓട്ടോ ഫോൾഡിങ് ഓറിയംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലെ ക്യാപ്സാണ് ഓഫർ ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സും വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോക്ക്ഡ് ആയതുകൊണ്ട് ഓറിയംസ് ക്ലോസ്ഡ് ആണ്. വിൻഡോ ഏരിയ നല്ലപോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ്, നല്ലൊരു കാര്യമാണ്. നമുക്കിവിടെ B പില്ലറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റഫ് ബ്ലാക്ക് ഫിനിഷാണ് വന്ന ഫോക്സ് വാഗൻ്റെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വിസിബിൾ അല്ല, ക്യാമറയിൽ അത് ക്യാപ്ചർ ചെയ്യുന്നില്ല, കാരണം വൈഡ് ആംഗിളായിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് റൂഫിൻ്റെ കാര്യം പറയാൻ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. ബിക്കോസ് ദിസ് ഇസ് എ ഡുവൽ ടോൺ കളർ സ്കീം. നമുക്കിവിടെ തന്നെ നമ്മളെ ഷാർക്ക് ഫിൻ ആൻറ്റീന വന്നിട്ടുണ്ട്. നമ്മളുടെ സൺറൂഫ് വന്നിട്ടുണ്ട് സിംഗിൾ പിൻ. ഈ ഫ്ലാഷ് റെഡ് കളർ ലിമിറ്റഡ് ആയതുകൊണ്ടാണ് ഡുവൽ ടോൺ ഫിനിഷ് വരുന്നത്. നോർമൽ GT ലൈൻ സ്പെക്കിനകത്ത് ഡുവൽ ടോൺ ഫിനിഷ് വരുന്നില്ല. റിക്കോ സെൻസേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഡീക്രോംഡ് എലമെൻറ്റ് വരുന്നുണ്ട്. അത് ബാക്കിലും സെയിം തന്നെ. നല്ല നല്ല ലെങ്ത് ഉണ്ട്. അറൗണ്ട് 4.5 മീറ്റേഴ്സിൻ്റെ അടുത്താണ് ലെങ്ത്ത് വന്നിരിക്കുന്നത്. ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. റിയർ ഡീഫോക്കസ് വന്നിട്ടുണ്ട്. നമ്മളുടെ ഇവിടെ സ്റ്റോപ്പ് ലാമ്പും വന്നിട്ടുണ്ട്. ലിപ് സ്പോയിലർ വന്നിട്ടുണ്ട്. അത് GT ലൈൻ സ്പെക്സിനെല്ലാം വരുന്നതാണ്. GT വരുന്ന ബാഡ്ജ് വരുന്ന വേരിയൻസിനെല്ലാം ലിപ് സ്പോയിലർ വന്നിട്ടുണ്ട്. ബട്ട് നോർമൽ ഡൈനാമിക് ലൈൻ വേരിയൻസിനകത്താണെങ്കിൽ ലിപ് സ്പോയിലർ ഓഫർ ചെയ്യത്തില്ല. ഇവിടെ നോക്കുക, നമ്മളുടെ LED ടെയിൽ ലാംപ്സ് വന്നിട്ടുണ്ട്. അത് സ്മോക്ഡ് എഫക്റ്റിലാണ് വന്നിരിക്കുന്നത്. ഓൾ LED ആണ്. നമ്മൾ ബ്രേക്ക് ലാംപ്സ് ആണെങ്കിലും നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ റിവേഴ്സ് ലാമ്പ് ആണെങ്കിലും ഫോഗ് ലാമ്പ് ആണെങ്കിലും നമുക്ക് ഓൾ LED സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ലൈറ്റ്സ് നമുക്ക് ലാസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. GT ലൈൻ്റെ ബാഡ്ജ് ഇവിടെ വന്നിട്ടുണ്ട്. വെർട്ടസിൻ്റെ ബാഡ്ജും TSIയുടെ ബാഡ്ജും നമുക്ക് ഗ്ലോസി ബ്ലാക്ക് അല്ലെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഫോക്സ് വാഗൻ്റെ ലോഗോ റിമൈൻസ് ദി സെയിം, നമ്മൾ ക്രോം ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. 4 സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഒരു റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
സോ ഇവിടെ നമുക്ക് ക്രോം എലമെൻറ്റ് വരേണ്ടടുത്ത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ജി ടി ലൈൻ സ്പെക്കിനകത്തും ജി ടി വേരിയൻസിനകത്ത് വരുന്നത്. നമുക്ക് റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട് രണ്ട് സൈഡിലും. സിംഗിൾ എക്സോസ്റ്റാണ് 1 ലിറ്റർ സ്പെക്കിനകത്ത് വരുന്നത്. ഈ ഫ്ലാഷ് റെഡ് കളർ ഈ ജി ടി ലൈൻ സ്പെക്കിനകത്ത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതൊരു വേറൊരു കാര്യമാണ്. സോ ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടി ഇപ്പോൾ ലോക്ക്ഡൗൺ, നമുക്ക് അൺലോക്ക് ചെയ്തിട്ട് ചെക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ അൺലോക്ക് ചെയ്യാം. സോ ബൂട്ട് സ്പേസ് ഇപ്പം ബൂട്ട് ഓപ്പൺ ചെയ്യുന്നൊരു ഫീച്ചറുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ചെയ്താൽ ഇപ്പം അടഞ്ഞു പോകുമെന്ന് വിചാരിക്കും. ബട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇത്രയും കൂടെ പുഷ് ചെയ്താൽ ലോക്ക്ഡായിട്ട് അവിടെ തന്നെ ഇരിക്കും. അതൊരു നല്ലൊരു ഫീച്ചറാണ്. ഇവിടെയൊക്കെ നമുക്ക് നല്ലൊരു ഇൻസുലേഷൻ വന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഓഫർ ചെയ്യുന്നത്. ഇവിടെയൊക്കെ തന്നെ റബ്ബർ സീലിംഗ് ആണ് നിങ്ങളുടെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. 500 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ് ഓഫർ ചെയ്യുന്നത്. എക്സാക്ട് ഡീറ്റെയിൽസ് സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യാം. വാർണിംഗ് ട്രയാങ്കിൾസും നമ്മളുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റും വരുന്നുണ്ട്. ലൈറ്റ്സ് വരുന്നുണ്ട്. അതിപ്പോൾ വിസിബിൾ അല്ല, കാരണം അത് ഹിഡൻ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് റിയർ സ്പെയർ വീലിൻ്റെ കാര്യം പറഞ്ഞാൽ 15 inches ആണ്. ടൂൾ കിറ്റും വരുന്നുണ്ട്. എല്ലാം നല്ലപോലെ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. 60-40 സ്പ്ലിറ്റ്സ് ആണ് സീറ്റ്സിനെല്ലാം വരുന്നത്. റിയർ സീറ്റ്സ് 60-40 സ്പ്ലിറ്റ്സ് ആണ് വരുന്നത്. സോ നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്തിട്ട് എൻജിൻ ഡീറ്റെയിൽസ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. സോ എൻജിൻ ഓപ്പൺ ചെയ്യുന്ന ഹുഡ് ലിവർ ഇവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. ഹുഡ് നല്ല ഹെവിയാണ്, സത്യം പറയാല്ലേ, ഹോണസ്റ്റായിട്ട് നല്ല ഹെവിയാണ്. ഇൻസുലേഷൻ വരുന്നില്ല, കാണാൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ദിസ് ഇസ് ദി 1 liter എൻജിൻ. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എൻജിനാണ്. നമ്മൾ 3 cylinder യൂണിറ്റ്സ് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത് ദിസ് ഇസ് ദ മോസ്റ്റ് റിഫൈൻഡ് എൻജിൻ ആൻഡ് പെപ്പിയസ് എൻജിൻ. 1 liter TSI എൻജിൻ ആൻഡ് ടർബോ സ്റ്റാറ്റിഫൈഡ് ആണ് വരുന്നത്. അറൗണ്ട് 115 bhp, 178 Nm ഓഫ് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 6 speed ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടറിനകത്ത് മാത്രമേ ഈ ജി ടി ലൈൻ ഫ്ലാഷ് റെഡ് കളർ അവൈലബിൾ ആയിട്ടുള്ളൂ. നല്ല പെപ്പി ആയിട്ടുള്ള എൻജിനാണ്. അത്യാവശ്യം മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻജിനും കൂടെയാണ്. നമുക്കിനി ഇൻറ്റീരിയേഴ്സ് ചെക്കൗട്ട് ചെയ്യാം. നമുക്ക് റിയർ സീറ്റ്സ് തന്നെ ചെക്കൗട്ട് ചെയ്യാം. സോ റിയർ സീറ്റ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സീറ്റ്സ് എൻ്റെ ഒരു പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന കോ പാസഞ്ചർ സീറ്റ്സ്. ഡോർ പാനൽ തന്നെ നോക്കാം. ഹാർഡ് പ്ലാസ്റ്റിക് ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. സിൽവർ ഫിനിഷിൽ ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. TVTസും സ്പീക്കേഴ്സും വരുന്നുണ്ട്. 8 സ്പീക്കർ സെറ്റപ്പാണ് വരുന്നത്. ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. നമുക്ക് വിൻഡോ കൺട്രോൾസ് ഇവിടെ വന്നിട്ടുണ്ട്. ഡോർ പോക്കറ്റ്സും വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലെതർ ഫിനിഷ് വന്നിട്ടുണ്ട്. ഫാബ്രിക്കും ലെതറിൻ്റെ ഒരു മിക്സ്ചറാണെന്ന് പറയുന്നത്. ബട്ട് ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സാണ്. സോ കയറുകയാണെങ്കിൽ എൻ്റെ ഒരു പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അണ്ടർ സപ്പോർട്ട് ഇസ് ഗ്രേറ്റ്. ലെഗ് റൂം ഇസ് ഗ്രേറ്റ് ആൻഡ് ഹെഡ് റൂം ഈസ് ഓൾസോ ഗ്രേറ്റ്. നല്ല ഹെഡ് റൂം കൊടുത്തിട്ടുണ്ട്. കാരണം സെഡാന് പറ്റിയ അത്രയും ഹെഡ് റൂം ഓഫർ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ നോക്കുക, ഗ്രാബ് ഹാൻഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹുക്കും വരുന്നുണ്ട്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് റീഡിംഗ് ലാംപ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതൊരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. അത് LED ആണ് ഓഫർ ചെയ്യുന്ന. ആം റെസ്റ്റും കപ്പ് ഹോൾഡേഴ്സും വന്നിട്ടുണ്ട്. 3 pointed സീറ്റ് ബെൽറ്റ്സും 3 ഇൻഡിവിജ്വൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും വന്നിട്ടുണ്ട്. പിന്നെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഐസോഫിക്സ് മൗണ്ട്സും 6 എയർ ബാഗ്സും ഇതിനകത്ത് സ്റ്റാൻഡേർഡാണ്. 60-40 സ്പ്ലിറ്റ് ഇതിൽ കൂടെ ആക്സസ് ചെയ്യുമ്പോൾ 40 ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഇത്രയുള്ള ഇൻറ്റീരിയറിൻ്റെ കാര്യം. AC-യുടെ കാര്യം പറഞ്ഞില്ലേ, AC വരുന്നിട്ടുണ്ട്. 2 വെൻസ് വന്നിട്ടുണ്ട്. 2 Type-C പോർട്ട്സും നമുക്ക് നമ്മളുടെ വാക്സിൻ ഹോൾഡറും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് ഇനി ചെക്കൗട്ട് ചെയ്യാം. സോ സീറ്റ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സാണ് വന്നിരിക്കുന്ന. ഇൻഡിവിജ്വൽ ഹെഡ് റെസ്റ്റും ഫ്രണ്ടിലും വന്നിട്ടുണ്ട്. അഡ്ജസ്റ്റബിളാണ്. ഡോർ പാനലിൻ്റെ കാര്യം തന്നെ പറയാം. നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക് ഫിനിഷിലാണ് വരുന്നത്. ഗ്ലോസി ബ്ലാക്ക് ബിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽസ് ആണ് സിൽവർ ഫിനിഷും. ലോക്ക് അൺലോക്കിൻ്റെ സ്വിച്ചസും വന്നിട്ടുണ്ട്. അത് ഇലിമിനേറ്റഡ് ആണ്. വിൻഡോ കൺട്രോൾസും ഇലിമിനേറ്റഡ് ആണ്. ഓറിയൻ കൺട്രോൾസും വന്നിട്ടുണ്ട്. അത് ഫോൾഡബിളും ആണ്. ഡോർ പോക്കറ്റ്സും സ്പീക്കേഴ്സും വന്നിട്ടുണ്ട്. ട്വീറ്റേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ്. ട്വീറ്റേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ തന്നെ. നമുക്ക് നമ്മുടെ ലൈറ്റ്സിൻ്റെ കൺട്രോൾസ് വരുന്ന ഇവിടെയാണ്. ടിപ്പിക്കൽ ഫോക്സ് വാഗൺ തിങ്. ലൈറ്റ്സിൻ്റെ കൺട്രോൾസ് എല്ലാം ഇവിടെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചസും ഇവിടെ വന്നിട്ടുണ്ട്. നോർമൽ പെഡൽസാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നോർമൽ അല്ല, ഇറ്റ്സ് മിക്സ്ചർ ഓഫ് നോർമൽ ആൻഡ് അലുമിനിയം പെഡൽസ് ഓഫർ ചെയ്തിരിക്കുന്നത്. മീൻസ് മെറ്റൽ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഡെഡ് പെഡൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. സോ നമുക്കിനി ഇൻറ്റീരിയർ ജസ്റ്റ് വണ്ടി ഓൺ ആക്കിയിട്ട് ചെക്കൗട്ട് ചെയ്യാം. സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം പറയുന്നത് നമുക്ക് ലെതർ ആപ്പ് സ്റ്റിയറിംഗ് വീലാണ്. കമ്പയർ ടു GT+ ട്രിംസ് നമുക്ക് പെർഫോറേറ്റഡ് ഫിനിഷ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല.
നമുക്ക് മീഡിയ കൺട്രോൾസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ക്ലസ്റ്റർ കൺട്രോൾസും വരുന്നുണ്ട്. ക്ലസ്റ്റർ കൺട്രോൾസ് ഇവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു സിൽവർ ഫിനിഷ് ഇവിടെ പോയിട്ടുണ്ട്, ഗ്ലോസി ബ്ലാക്ക് ബിറ്റും ഇവിടെ വന്നിട്ടുണ്ട്. ഫോക്സ് വാഗൻ്റെ ലോഗോ വന്നിട്ടുണ്ട്, അതും പിയാനോ ബ്ലാക്ക് നമുക്ക് ക്രോം ഫിനിഷിലാണ് വരുന്നത്. പാഡൽ ഷിഫ്റ്റേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഹെഡ്ലൈറ്റ്സിൻ്റെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്റ്റോക്സ് കാണാം, നമ്മൾ വൈപ്പേഴ്സിൻ്റെ സ്റ്റോക്സും കാണാം. നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഇഗ്നീഷൻ ഓണാക്കാം. സോ ഇഗ്നീഷൻ ഓണാകും. ഇതാണ് നമ്മൾ കോപ്പിറ്റ് എന്ന് പറയുന്ന 8 ഇഞ്ചിൻ്റെ യൂണിറ്റാണ് വരുന്നത്. ഇതിൽ തന്നെ പല ഇൻഫർമേഷൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫ്യൂൽ റേഞ്ച്, പിന്നെ ട്രിപ്പ് എ ട്രിപ്പ് ബി, പിന്നെ ഏത് ടയർ പ്രഷറിങ് മോണിറ്ററിങ്, ടയറിൻ്റെ ആംഗിൾസും കാണിക്കുന്നതെന്നും, പിന്നെ അതേപോലെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ഇതിനകത്ത് ഷോക്കേസ് ചെയ്യുന്നതാണ്. പിന്നെ എല്ലാം ഇവിടെ ഗ്രാഫിക്സ് എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. സോ ഈ കാണുന്ന 9 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഓഫ് ആണ്, കാരണം വണ്ടി ഓൺ ആക്കാനുള്ള പെർമിഷൻ ഇവിടെ ഇല്ല ഷോറൂമിനകത്തായതുകൊണ്ട്. അതില്ലെങ്കിൽ നമുക്ക് എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ സൈഡ് എൻഡ് സ്ക്രീൻസിനകത്ത് കാണിച്ചു തരാം. സോ ഞാൻ ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേയിൽ വയർലെസ്ലി സപ്പോർട്ട് ചെയ്യുന്ന ഫോക്സ് വാഗൻ കണക്ട് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഡാഷ്ബോർഡ് ഏരിയ ഗ്ലോസി ബ്ലാക്ക് ബിറ്റാന്ന് വരുന്നത്. ഇവിടെ ചെറിയ സിൽവർ എലമെൻറ്റും പോയിട്ടുണ്ട്. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ്, നമ്മൾ ഹസാർഡ് ലാമ്പിൻ്റെ സ്റ്റോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. IRMs ആണെങ്കിൽ ഡേ നൈറ്റ് IRMs ഓട്ടോമാറ്റിക്കാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് AC വെൻസ് വന്നിട്ടുണ്ട്. നമ്മൾ AC കൺട്രോൾസ് ആണ് ടച്ച് പാനലാണ് വന്നത്. ഈസി ടു യൂസ് ആണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ടൈം ഈസി ടു യൂസ് അല്ല, ഇറ്റ് ഈസ് ഓക്കെ. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. വയർലെസ് ചാർജർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് C പോർട്സും വന്നിട്ടുണ്ട്. ഇപ്പം വണ്ടി ഇഗ്നിഷൻ തന്നെ ഓഫ് ആവും. ഇറ്റ്സ് എ സേഫ്റ്റി ഫീച്ചർ. വണ്ടി ഇപ്പോൾ ഓൺ ആക്കുകയാണെങ്കിൽ ഇഗ്നിഷൻ ഓൺ ആക്കുന്നത് ഇതാണ്. ബ്രേക്ക് അല്ല, ഗിയർ നോബ് എന്ന് പറയുന്നത്. ഗിയർ ഇതാണ് വരുന്നത്. ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ്, ഇലുമിനേറ്റഡ് ആണ്. അത് നല്ലൊരു അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെയും ഫംഗ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ സോക്കറ്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് കീസ് എന്ന് പറയുന്നത് ഫോക്സ് വാഗൻ്റെ നോർമൽ കീസാണ്. എല്ലാം VAG വെഹിക്കിൾസിനകത്ത് കാണുന്ന സെയിം കീസാണ്. നോർമൽ കീസാണ്. നമുക്ക് ലോക്ക് അൺലോക്കിൻ്റെയും ബൂട്ട് റിലീസിൻ്റെയും പിന്നെ ഫ്ലിപ്പ് കീ ആണ് വരുന്നത്. ഹാൻഡ് ബ്രേക്ക് നോർമൽ ഹാൻഡ് ബ്രേക്കാന്ന് വരുന്ന ആംബ്രസ്റ്റിൻ്റെതായ സ്റ്റോറേജ് വരുന്നുണ്ട്. ആംബ്രസ്റ്റാണ് ലെതർ ഫിനിഷാണ്, അത് മൂവബിളും ആണ്. ഗ്ലോ ബോക്സിൻ്റെ അകത്ത് തന്നെ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ കൂൾഡ്. ലൈറ്റ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. റീഡിംഗ് ലാംപ്സ് LED ആണ് വരുന്നത്. നമുക്ക് സൺറൂഫും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മൾ സൺവൈസേഴ്സ് ആണെങ്കിലും നമുക്ക് മിറേഴ്സും വരുന്നുണ്ട്. നമുക്ക് ഇവിടെയും സൺവൈസർ വരുന്നു, ബട്ട് ടോൾ ഹോൾഡർ മാത്രമേ വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും ഗ്രാബ് ഹാൻഡിൽസ് വന്നിട്ടുണ്ട്. അതൊരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. സോ അപ്പോൾ ഇത്രയുള്ള ഇൻറ്റീരിയറിൻ്റെ കാര്യം. ബാക്കി ഡീറ്റെയിൽസ് നമുക്കിനി ചെക്കൗട്ട് ചെയ്യാം. നമുക്കിനി ലൈറ്റ്സും ചെക്കൗട്ട് ചെയ്യാം. ഇഗ്നിഷൻ ഓൺ ആക്കണം. എല്ലാ ലൈറ്റ്സ് ഓൺ ആക്കിയിട്ടുണ്ട്. ഹസാർഡും കൂടെ ഓൺ ആക്കിയിടാം. സോ ഞാൻ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്, നല്ല വിസിബിളാണ്. പിന്നെ ഹെഡ് ലാംപ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ആണ്. പവർഫുൾ LEDs ആണ് ഓഫർ ചെയ്യുന്നത്. DRS ആണെങ്കിൽ നല്ല അട്രാക്റ്റീവായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. LED ഇൻഡിക്കേറ്റേഴ്സും ബട്ട് ഹാലോജൻ ഫോഗ് ലാംപ്സ് ആണ്. അത് നല്ലൊരു കാര്യമാണ്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പ്രൊഫൈലിൻ്റെ കാര്യം. നമുക്ക് ബാക്ക് പ്രൊഫൈലും ചെക്കൗട്ട് ചെയ്യാം. സോ ബാക്കിൽ ഞാൻ പറഞ്ഞ LED ടെയിൽ ലാംപ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ പറഞ്ഞില്ല, അതും LED ആണ്. ഇതാണ് ഫോഗ് ലാംപ്സ് വരുന്നത്. നല്ലൊരു അട്രാക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഫോക്സ് വാഗൺ വേർട്ടേഴ്സ് GT ലൈൻ 1 ലിറ്ററിൻ്റെ ഫ്ലാഷ് റെഡ് കളറിൻ്റെ ഒരു വോക്ക് റൗണ്ട് എന്ന് പറയുന്നത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫോക്സ് വാഗൺ വെഹിക്കിൾസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് അതിൽ തന്നെ മെൻഷൻ ചെയ്യാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സീൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ബൈ.